എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നവ്യയിലേക്ക് വരാം. അതൊക്കെ ഒരു മൊമെന്റ് ആണ് എന്റെ ജീവിതത്തില്. ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ? വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ചു പറയുന്നത്, നീ എന്തിനാടാ ചെക്കനെ വെറുതെ ഇട്ട് മൂപ്പിക്കണത്? നീ ആദ്യം CM ആവണ്ട, അതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ. അത് ശരി, നീ ലോകം മുഴുവൻ അറിയിച്ചല്ലേ? അല്ല, ഞാൻ ഈ പരിസരത്ത് മാത്രം. മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോടാ മൃഗമേ. നീ CM ആവണ്ട, അതിനു മുന്നേ അതിന് ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം. എന്റെയോ ജീവിതം പോയി. സ്നേഹം കൊണ്ട് പറയാ, ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ. ചകുത്താന്റെ കോട്ടയുടെ ചകുത്താന്റെ കോട്ട. അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം. ആൾക്കാരെ പറ്റിക്കാൻ, കണ്ണിൽ പൊടിയാൻ ചാരിറ്റി ഒക്കെ ചെയ്തു. വിജയ് ചെയ്ത പോലെ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? വിജയ് ചെയ്ത പോലെ അണ്ണാവെ പറ്റി പറഞ്ഞ. എന്നിട്ട് നമുക്ക് പതിയെ CM ആവാം. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവാം. പിന്നെ പുളുത്തും. എന്തിനാ പത്രോസേ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? ഇതൊക്കെ എന്തിനാ? പക്ഷെ CM ആയി എവിടെയോ ഒതുങ്ങിക്കൂടാനിരുന്ന് ആഗ്രഹിച്ച എന്നെ അമ്മയുടെ പ്രസിഡന്റ് ആക്കി തീരൂ എന്നടങ്ങിയ വാശിയുള്ള എന്റെ മെന്ററിനെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. പിന്നെ നിന്റെ അണ്ണനെ പറ്റി നീ എന്നോട് വിചാരിച്ചു. അതോടൊപ്പം തന്നെ ഒരിക്കലും ആവാൻ പാടില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇവിടെ രാജിവെക്കും. ഭയങ്കരமான ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരமான ആള്. രാജിവെച്ചു. ഇനി ചിലപ്പോ തിരിച്ചു വന്നാലും വരും. എനിക്ക് തന്നെ വിശ്വാസമില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ ഈ ചാൻസ് മിസ്സായ ഇനി ഒരിക്കലും കിട്ടിയാലേ. എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എന്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്. ചെറുപ്പത്തിലേ ഉള്ള ശീലമാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോ കല്യാണം കഴിക്കാനുള്ള മകനായി. കർത്താവിനെ ഓർത്ത് നീ ഉലർത്തരുത്. ഇനി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. സംഗതി പാൽപ്പായസാണേലും പട്ടിണാക്കിയാ പോയില്ലേ. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ അപ്പൊ പുരിയില്ല. ഇപ്പൊ പുരിയത് ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. കണ്ണ നിറഞ്ഞുകൊണ്ട് നന്ദി ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, CM ആകുമ്പോ വന്നാൽ മതി. എന്റെ ലൈഫ് ബ്രോയിലറായി ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. കണ്ണ നനച്ചുകൊണ്ട് നന്ദി ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.